നന്ദു, ഇപ്പോൾ സാർ പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് നമുക്കൊന്ന് തുടങ്ങാം. ഈ നേതാക്കളുടെയൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ കാണുമ്പോൾ, അവരുടെ വീടുകളിൽ നിന്നെടുക്കുന്ന ഇൻ്റർവ്യൂ ഒക്കെ കാണുമ്പോൾ, അവരുടെ വീടുകളുടെ ഒരു വലിപ്പത്തെക്കുറിച്ചാണ് സാറ് സംസാരിച്ചത്. അത് ഇപ്പോൾ ഇന്ന് പിണറായി വിജയൻ്റെ ഒരു വാർത്താ സമ്മേളനത്തിൽ വളരെ പ്രസക്തമായ ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നതിൽ അതിൽ ഒന്ന്, വീട് എന്ന് പറയുന്നത് നിങ്ങൾ കരുതും പോലെ അത്ര വലിയ സ്വത്തിൻ്റെ ഉടമയൊന്നുമല്ല, അത്ര പണക്കാരിയല്ല. ഈ വാർത്താക്കുറിപ്പിലൊക്കെ കാണുന്നത് പോലെ, പറയപ്പെടുന്ന പോലെ അത്ര വലിയ തുകയൊന്നുമല്ലല്ലോ ഇത് എന്ന് പറയുകയാണ്. അത്ര വലിയ തുക എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന 10-200 രൂപയൊന്നുമല്ല. 2.25 കോടി രൂപ മകൾക്ക് മാസപ്പടിയായി ലഭിക്കുകയാണ്. 85 ലക്ഷം രൂപ ഹവാല പണമായി ദുബായിലേക്ക് കടത്തുകയാണ്. 20 കോടി 5 ലക്ഷം രൂപയുടെ ഇടപാടുകൾ വീണയുടെ ഡയറിയിൽ കാണുകയാണ്. അപ്പോൾ ഈ പറയുന്ന കോടികൾ എന്ന് പറയുന്നത് പിണറായി വിജയനെ സംബന്ധിച്ച് ചെറിയ തുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇവരൊക്കെ കടന്നു പോകുന്ന അവരുടെ ജീവിതത്തിൽ നേരത്തെയൊക്കെ അനുഭവിച്ചിരുന്ന കാര്യങ്ങളൊക്കെ പിണറായി വിജയൻ പലപ്പോഴും ഈ അഭിമുഖങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ചെത്തുകാരൻ്റെ മകനായി തുടങ്ങി ക്ലേശ ജീവിതം അനുഭവിച്ചതും വിദ്യാഭ്യാസത്തിന് പോലും പണമില്ലാതെ വിഷമിക്കുകയും ഒക്കെ ചെയ്ത പിണറായി വിജയനെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ നോക്കൂ, 20 കോടി എന്നൊക്കെ പറയുന്നത് അത്ര വലിയ തുകയല്ലല്ലോ എന്ന് പിണറായി വിജയൻ പറയുമ്പോൾ എങ്ങനെയാണ് ഇതിനെയൊക്കെ വിശേഷിപ്പിക്കേണ്ടത്? അല്ല, ഇതിനകത്ത് ആദ്യം ശ്രീ ജലീൽ പുനലൂർ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ അവരോട് യോജിക്കുകയാണ്. അതായത് അദ്ദേഹം പറഞ്ഞു, ഏത് ഭൂതത്തെ കണ്ടാലും CPM-കാർ ഭയപ്പെടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ശരിയാണ്. കാരണം പിണറായി വിജയൻ മുന്നിൽ നിന്ന് ഭരിച്ച് 10 വർഷം പ്രവർത്തിച്ച് പരിചയമുള്ളവർക്ക് സ്വാഭാവികമായിട്ട് ഏത് ഭൂതത്തെ കണ്ടാലും പേടിക്കേണ്ട കാര്യമില്ല. കാരണം അതിലും വലിയ സംഭവമാണല്ലോ മുന്നിൽ കൂടെ നടന്നു പോയത് 10 വർഷക്കാലം. അതുകൊണ്ട് ഞാൻ ഇകഴ്ത്തി കാണിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിന് കൃത്യമായി മറുപടി പറയണമല്ലോ. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് വന്നു എന്നുള്ളത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം, എങ്ങനെ ഈ എക്സാലോജിക് കമ്പനി എന്ന് പറയുന്ന ഈ കമ്പനിയെക്കുറിച്ച് സത്യത്തിൽ ആദ്യം നമ്മൾ കേൾക്കുന്നത് CPM-ൻ്റെ ആസ്ഥാന മന്ദിരമായിട്ടുള്ള, അതായത് CPM-ൻ്റെ ഉടമസ്ഥതയിലുള്ള CPM-ൻ്റെ ആസ്ഥാന മന്ദിരമായിട്ടുള്ള AKG പഠന ഗവേഷണ കേന്ദ്രത്തിന് വേണ്ടി സർക്കാർ കൊടുത്തിട്ടുള്ള ഒരു സെൻ്ററാണ് AKG സെൻ്റർ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. പഴയ AKG സെൻ്റർ, ഇപ്പോഴത്തെ അല്ല, പഴയ AKG സെൻ്റർ. ആ പഴയ AKG സെൻ്ററിൽ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്തോ, അല്ലെങ്കിൽ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി അല്ലാതായ കാലത്തോ, അല്ലെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്തോ, വീണ വിജയൻ എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ 1 രൂപ പാർട്ടി മെമ്പർ പോലും അല്ലാത്ത മകൾ, ആ വാക്കാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്, 1 രൂപ പാർട്ടി മെമ്പർ പോലും അല്ലാത്ത മകൾ പിണറായി വിജയന്റെ മകളായതുകൊണ്ട് AKG സെന്ററിന്റെ അഡ്രസ്സ് വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുക? 1 രൂപ പാർട്ടി മെമ്പർ ഒന്നും അല്ല കേട്ടോ നന്ദു. അത് പാർട്ടി മെമ്പർഷിപ്പിനെ കുറിച്ച് താങ്കൾ അറിയാത്തത് കൊണ്ടാണ്. ഓരോ വർഷവും വലിയ തുകയാണ് ഞാൻ പറഞ്ഞത് മെമ്പർഷിപ്പ് ഫീസായി അടയ്ക്കേണ്ടത്. അതായത് 1 രൂപ പോലും പാർട്ടിക്ക് അടച്ച് മെമ്പർ ആവാത്തയാൾ എന്നുള്ളതാണ് ഞാൻ 1 രൂപ മെമ്പർ എന്നുള്ള നിലയിൽ അർത്ഥമാക്കിയത്. അതായത് പിണറായി വിജയൻ എന്ന് പറയുന്ന, സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്ന പാർട്ടിയുടെ തലപ്പൊക്കമുള്ള സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന വ്യക്തി, അതുപോലെ തന്നെ പാർട്ടിയുടെ 10 വർഷക്കാലം സംസ്ഥാന ഭരണത്തിന് നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രിയുടെ മകൾ CPIM എന്ന് പറയുന്ന പാർട്ടിയുടെ 1 രൂപ മെമ്പർ പോലും അല്ല എന്നുള്ള ആ വീണ വിജയനു വേണ്ടി എങ്ങനെയാണ് AKG സെൻറ്റർ എന്ന് പറയുന്ന CPIM-ൻ്റെ സംസ്ഥാന കാര്യാലയത്തിൻ്റെ അഡ്രസ്സ് ഉപയോഗിച്ച് എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി രജിസ്റ്റർ ചെയ്യാൻ വീണ വിജയന് സാധിച്ചത്? ഒന്നാമത്തെ ചോദ്യം. അവിടെ നിന്ന് ഇങ്ങോട്ട് തട്ടിപ്പ് തുടങ്ങുകയാണ്. ഞാൻ പറഞ്ഞത് ആ കമ്പനി സ്ഥാപിക്കുന്നത് തന്നെ തട്ടിപ്പായിട്ടാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് തട്ടിപ്പ് തുടങ്ങും. അപ്പോൾ ചോദിച്ചു, ഇതിൻ്റെ മൂലധനം എങ്ങനെയാണ്? മൂലധനം പിണറായി വിജയൻ്റെ ഭാര്യയ്ക്ക് ലഭിച്ചിട്ടുള്ള പെൻഷൻ കാശാണെന്നാണ് ആദ്യം പറഞ്ഞത്. ആണല്ലോ? ഞാൻ ഈ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ, അല്ല, ഞാൻ ഈ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ജലീൽ സാറിന്, LDF-ൻ്റെ നേതാവിന് ഏത് ഘട്ടത്തിലും ഇടപെടാം, ഞാൻ ഈ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ. അപ്പോൾ പിണറായി വിജയൻ്റെ മകളായിട്ടുള്ള വീണ വിജയൻ്റെ എക്സാലോജിക് കമ്പനിയുടെ മൂലധനം എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ ഭാര്യയായിട്ടുള്ള വീണ വിജയൻ്റെ അമ്മയായിട്ടുള്ള ആളുടെ പെൻഷൻ തുകയാണ് എന്നാണ് ഈ പറയുന്ന പിണറായി സഖാവും അതുപോലെ തന്നെ CPM-കാരും ഈ കേരളത്തിനോടായി പറഞ്ഞത്. ആദ്യം AKG സെൻറ്ററിൻ്റെ പേരിൽ കമ്പനി തുടങ്ങുന്നു, മൂലധനമാകുന്നത് അമ്മയുടെ പെൻഷൻ കാശ്. അങ്ങനെ തുടങ്ങിയ ഒരു കമ്പനി, ആ കമ്പനി CMRലുമായി ഒരു കരാറിൽ ഏർപ്പെടുന്നു. ഒരു തരത്തിലുള്ള തെറ്റുമില്ല.
CMRലുമായി ഏതൊരു സാധാരണക്കാരനും കരാറിൽ ഏർപ്പെടുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ പിണറായി വിജയൻ ഇവിടെ വന്നിരുന്ന് ED-ക്കെതിരായും അതുപോലെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കും കേന്ദ്ര സർക്കാരിനും രാഷ്ട്രീയമായും ഒക്കെ മറുപടി പറയുമ്പോഴും എന്തുകൊണ്ടാണ് നാളിതുവരെ കേരളത്തിലെ സാധാരണപ്പെട്ട ജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് പിണറായി വിജയൻ മറുപടി പറയാതെ പോകുന്നത്, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ മകൾ പൊതുസമൂഹത്തോട് മറുപടി പറയാതെ പോകുന്നത്, അല്ലെങ്കിൽ CPIM എന്ന് പറയുന്ന പാർട്ടിക്കോ CPIMനെ വേണേൽ പ്രതിനിധീകരിച്ച് ഇത്തരം ചർച്ചകൾ വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു വക്താക്കൾക്കോ മറുപടി പറയാൻ സാധിക്കാത്തത്? അത് പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ എക്സാലോജിക് കമ്പനി CMRL നൽകിയിട്ടുള്ള സേവനം എന്താണ്? ഈ ചോദ്യം ഈ വിഷയം തുടങ്ങിയ ദിവസം മുതൽ ഇന്ന് വരെയും എല്ലാ പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെയും മാധ്യമങ്ങളും അതുപോലെ തന്നെ വക്താക്കളായി വന്നിരിക്കുന്ന എതിർ പാർട്ടിയിലെ ആളുകളും അതുപോലെ തന്നെ പൊതുസമൂഹത്തിൻ്റെ ആകെ പരിവേഷമുള്ള പൊതുസമൂഹവും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഈ ഇന്ദ്രചന്ദ്രന്മാരെ ഭയമില്ലാത്ത ഊരിപ്പിടിച്ച കത്തികളും ഉയർത്തിപ്പിടിച്ച വടിവാളുകൾക്കും ഇടയിലൂടെ നടന്നുപോയ RSSനെ തെല്ലും ഭയക്കാത്ത, ഇന്ത്യയിലെ ഈ പറയുന്ന വർഗീയവാദ ചേരികളെ ഭയക്കാത്ത പിണറായി വിജയൻ വന്നിരുന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മകൾ ശ്രീമതി വീണ വിജയൻ ഈ പറയുന്ന എക്സാലോജിക് കമ്പനിയിലൂടെ ഈ പറയുന്ന CMRLന് നൽകിയിട്ടുള്ള സേവനങ്ങൾ 1, 2, 3, 4 ഇന്ന സേവനങ്ങളാണ് എന്ന് പറയാൻ എന്തുകൊണ്ട് പിണറായി വിജയൻ്റെ മകൾ നടത്തുന്ന ഈ കാട്ടുകൊള്ളയ്ക്കും നേതൃത്വം കൊടുക്കുകയും അതിനു വേണ്ടിയിട്ട് ഗുണ്ടാപ്പണി എടുക്കുകയും ചെയ്യുന്ന CPIMനും CPIMൻ്റെ നേതൃത്വത്തിലുള്ള LDF മുന്നണിക്കും പറയാൻ സാധിക്കുന്നില്ല? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, സഖാവ് പിണറായി വിജയൻ പറയുകയാണ് ഈ പറയുന്ന വീണ വിജയൻ എൻ്റെ മകളായതുകൊണ്ടാണ് വേട്ടയാടപ്പെടുന്നത്. അതാണല്ലോ പ്രധാനപ്പെട്ട രണ്ടാമത്തെ പോയിന്റ്. അങ്ങനെയാണെങ്കിൽ ഈ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരി പാർട്ടി മെമ്പറാണ്. വീണ പാർട്ടി മെമ്പർ പോലുമല്ല. ബിനീഷ് കോടിയേരി പാർട്ടി മെമ്പറായിരുന്നപ്പോൾ അന്ന് ബിനീഷ് കോടിയേരിക്കെതിരെയുള്ള ഒരു അന്വേഷണം വരുമ്പോൾ ആ അന്വേഷണത്തിൻ്റെ മെറിറ്റും ഡീമെറിറ്റും അവിടെ നിൽക്കട്ടെ, ആ അന്വേഷണം വരുമ്പോൾ ആ അന്വേഷണത്തിനകത്ത് ആ കുടുംബം വ്യക്തിപരമായിട്ടാണ് ഇതിനെ നേരിടേണ്ടത് എന്ന് പറയുമ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. ആ കോടിയേരി ബാലകൃഷ്ണൻ്റെ കുടുംബത്തിന് കിട്ടാത്ത, കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനായിട്ടുള്ള ബിനീഷ് കോടിയേരി SFIയിലൂടെ പ്രവർത്തിച്ച് ഈ പറയുന്ന DYFIയിൽ പ്രവർത്തിച്ച് CPMൻ്റെ പാർട്ടി മെമ്പറായിട്ടുള്ള ബിനീഷ് കോടിയേരിക്ക് കൊടുക്കാത്ത എന്ത് അധികമായിട്ടുള്ള പ്രയോറിറ്റിയാണ് ഈ പറയുന്ന മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ്റെ മകളായിട്ടുള്ള ഒരു പൈസ മെമ്പർ പോലും അല്ലാത്ത വീണ വിജയന് CPM ഇപ്പോൾ കവചമൊരുക്കുന്നതിൻ്റെ കാരണം? രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, മനോരമയ്ക്കെതിരെ അദ്ദേഹം ആഞ്ഞടിച്ചു എന്നാണ് ഇവിടെയുള്ള പല ആളുകളും പറയുന്നത്. ഞങ്ങൾ ദൃശ്യ മാധ്യമങ്ങളെ ഒന്നും ഭയപ്പെടുന്നില്ല. ഞാൻ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് തനിക്കെതിരെ ഒരു അവാസ്തവമായ കാര്യങ്ങളാണ്, തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലാതെ കൊടുത്ത വാർത്തയാണ് മനോരമ കൊടുത്തത് അല്ലെങ്കിൽ മാധ്യമങ്ങൾ കൊടുത്തത് എന്ന് പിണറായി വിജയനും പിണറായി വിജയൻ്റെ മകൾക്കും ഉറപ്പുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ പറയുന്ന പത്രമാധ്യമങ്ങൾക്കെതിരെ പിണറായി വിജയൻ്റെ മകളോ നിയമപരമായിട്ടുള്ള നടപടികൾക്ക് മുന്നോട്ട് പോകുന്നില്ല? മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം, ഞങ്ങൾ മനസ്സിലാക്കുന്നത് വീണ വിജയൻ്റെ കയ്യെഴുത്ത് ഡയറിയിൽ നിന്ന് 20.5 കോടി രൂപയുടെ ഇന്ത്യൻ കറൻസി കൈകാര്യം ചെയ്തതായും അതുപോലെ തന്നെ ദുബായിലേക്ക് 3.49 ലക്ഷം ദിർഹത്തിൻ്റെ ഏർപ്പാട് നടത്തിയതായിട്ടാണ് ED പറയുന്നത്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണെങ്കിൽ ഇന്ന് പത്രസമ്മേളനം നടത്തിയപ്പോൾ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ പറഞ്ഞത് തൻ്റെ മകൾ ഈ പണമൊന്നും കൈകാര്യം ചെയ്തില്ല എന്ന് പറയേണ്ടടത്ത് അവൾക്കെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങളിൽ ഉയർന്ന തുക ചെറുതല്ലേ എന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത്? അപ്പോൾ ഈ തുക കൈകാര്യം ചെയ്തിട്ടുണ്ട്, എൻ്റെ മകൾ കൈകാര്യം ചെയ്തിട്ടുള്ള തുക ചെറുതാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സാമാന്യവൽക്കരണം. അപ്പോൾ അതുപോലെ തന്നെ വീണ വിജയനെ പോലെ ഇത്രയേറെ എക്സാലോജിക് പോലൊരു IT കമ്പനി നടത്തിക്കൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണല്ലോ. സ്വാഭാവികമായിട്ടും ഇൻ്റർനെറ്റ് കോളിങ്ങിന് വേണ്ടിയിട്ട് എന്തിനാണ് മറ്റൊരാളുടെ പേരിലുള്ള സിം എടുക്കുന്നത്? അപ്പോൾ അവിടെ തന്നെ ഈ 4-5 ചോദ്യങ്ങൾക്ക് CPIMന് മറുപടി പറയാൻ സാധിക്കുന്നില്ല. പിണറായി വിജയൻ അച്ഛൻ എന്നുള്ള നിലയിൽ മറുപടി പറയാൻ സാധിക്കുന്നില്ല. CPIMൻ്റെ വക്താക്കൾക്ക് മറുപടി പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളിടത്ത് കൃത്യമായി ഈ വിഷയത്തിനകത്ത് മെറിറ്റിലാണ് ED നിൽക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അദ്ദേഹം വന്നിരുന്ന രാഷ്ട്രീയ പ്രസംഗം നടത്തുകയാണ്. ഞങ്ങൾ ചോദിക്കുന്നത്, പിണറായി വിജയൻ എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രിയിൽ നിന്ന്, CPIMൻ്റെ നേതാവിൽ നിന്ന്, ഇന്നത്തെ പ്രതിപക്ഷ നേതാവിൽ നിന്ന് കേരളത്തിലെ ജനാധിപത്യവാദികളായിട്ടുള്ള ജനങ്ങൾ, പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് ഈ ചോദ്യങ്ങൾക്ക് താങ്കളും താങ്കളുടെ കുടുംബവും മറുപടി പറയണം. ഈ കുടുംബത്തിന് അല്ലെങ്കിൽ താങ്കളുടെ ഔദ്യോഗിക വക്താക്കളായി CPMൻ്റെ ഔദ്യോഗിക വക്താക്കളായി വന്നിരിക്കുന്നവർ ഈ വിഷയത്തിൽ മറുപടി പറയണം. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് ഈ വിഷയത്തിൽ ന്യായീകരിക്കാൻ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ശ്രീ ജലീൽ പുനലൂരിനോട് വെല്ലുവിളിക്കുന്നു. താങ്കൾ ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്
കൃത്യമായി മറുപടി പറയാൻ താങ്കൾക്ക് സാധിക്കുമോ? ഇതെന്തുകൊണ്ട് നടന്നു? ഏത് സേവനമാണ് ഈ പറയുന്ന എക്സാലോജിക്ക് CMRL കൊടുത്ത സേവനം എന്താണ്? 2 കോടി രൂപ 2.78 കോടി രൂപ കിട്ടിയിട്ടില്ല. അതിന് കൃത്യമായിട്ട് മറുപടി പറയേണ്ടതുണ്ട്. അല്ലാതെ ആരെങ്കിലും ചോദിക്കുമ്പോൾ അഴകുഴഞ്ഞ വർത്തമാനമല്ല പറയേണ്ടത്.